Welcome to Account Academy. My dear students and friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് പഠിച്ചു. 3 അക്കൗണ്ടുകളായിട്ട് പേഴ്സണൽ അക്കൗണ്ട് റൂൾസ്, റിയൽ അക്കൗണ്ട് റൂൾസ്, നോമിനൽ അക്കൗണ്ട് റൂൾസ്. ഇതിൻ്റെ ഈ എഫക്ട്സ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. അതിന് നമുക്ക് ഈ അക്കൗണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അക്കൗണ്ടുകൾ മൊത്തത്തിലുള്ള അക്കൗണ്ടുകളെ നമുക്ക് 5 ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് ക്യാപിറ്റൽ, മറ്റൊന്ന് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇങ്ങനെയുള്ള 5 ഐറ്റമായിട്ട് വേണമെങ്കിൽ 5 ഐറ്റമായിട്ട് നമുക്ക് ഈ അക്കൗണ്ടുകളെ നമുക്ക് തിരിക്കാവുന്നതാണ്. ഇന്നലെ നമ്മൾ കണ്ടു ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് 2 ആസ്പെക്റ്റുകൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകും നമ്മൾ കണ്ടു. 2 ആസ്പെക്റ്റുകളാകുമ്പോൾ 2 അക്കൗണ്ടുകൾ ഉണ്ടാകും. ഒരു ട്രാൻസാക്ഷൻ 2 അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് ഏതൊക്കെ അങ്ങനെ വരുന്ന അക്കൗണ്ടുകളൊക്കെ ഈ പറയുന്ന 5 അക്കൗണ്ടുകൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഏതിനെയാണ് എങ്ങനെയുള്ള സമയത്താണ് ആ ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കേസിൽ ക്യാപിറ്റൽ നമുക്കറിയാം മൂലധനം. ഇൻ മലയാളം വാട്ട് വി കോൾ മൂലധനം. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്യാപിറ്റൽ ആണെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും 2 ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു. ഡെബിറ്റ് ഒന്ന്, ക്രെഡിറ്റ് ഒന്ന്. എപ്പോഴും ഒരു അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്. 2 സൈഡാണുള്ളത്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും വരിക. അതേപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് സൈഡിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുന്നു, എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ കുറയുന്നു, എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഡിക്രീസ് ഇൻ ക്യാപിറ്റലാണ്. ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ ആ റൂൾസിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ വരിക. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൂടുതലൊരവസ്ഥ, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ പ്രോഫിറ്റ് ഉണ്ടാവുകയോ ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്തായിരിക്കും ലഭിക്കുക എന്നാണ് നമ്മളിവിടെ കാണുക. ക്യാപിറ്റലിൽ കിട്ടുക ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും കിട്ടുക. ക്യാപിറ്റലിൽ നിന്ന് കുറവ് വരാൻ കാരണം എന്താണ്? 2 കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ ഡ്രോയിങ്സ് ഉണ്ടാവാം, ക്യാപിറ്റലിന് വിഡ്രോ ചെയ്യാം, ഡ്രോയിങ്സ് ഉണ്ടാവും, പിൻവലിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നഷ്ടമുണ്ടാവാം. അങ്ങനെ വരുന്ന സ്ഥലത്തിൽ ക്യാപിറ്റൽ കുറയുന്നു. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റലിൽ എന്താ പറയേണ്ടത്? ഡിക്രീസ് ഇൻ ക്യാപിറ്റലാണ്. ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത് എന്താ, വെൻ എ പർട്ടിക്കുലർ പേഴ്സൺ കമൻസസ് ബിസിനസ് വിത്ത് ക്യാഷ്. അതായത് ഒരാൾ ബിസിനസ് തുടങ്ങുവാൻ വരുന്നു ക്യാപിറ്റലുമായിട്ട് അല്ലെങ്കിൽ ക്യാഷുമായിട്ട്, അത് അയാളുടെ ക്യാപിറ്റലാണ്. നമ്മൾ എഴുതുന്നു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നായിരിക്കും വരിക. അപ്പം ടു ക്യാപിറ്റൽ വരുന്നത് ക്രെഡിറ്റ് ആസ്പെക്റ്റാണ് വരുന്നത്. ജനറലൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലിപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എപ്പോഴും എന്താ വരിക? ക്രെഡിറ്റ്. ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ്. മറ്റൊരു ഐറ്റമാണ് നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടുകളിൽ മറ്റൊരു ഐറ്റമാണ് നമുക്ക് എന്താ പറയാവുന്ന അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിന് എന്താ സംഭവിക്കുക? ഡെബിറ്റ് ആണെങ്കിൽ എന്താണ്, ക്രെഡിറ്റ് ആണെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അസറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുക. ഇതാണ് ആ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ അസറ്റിനെ സംബന്ധിക്കുന്ന എഫക്ട്സ്. അപ്പോൾ എന്താണ് ഒരു അസറ്റ്? ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങുകയെന്ന് വിചാരിക്കുക. നമ്മുടെ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം വാട്ട് കംസ് ഇൻ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ അസറ്റ് കൂടുന്നു. അസറ്റ് കൂടുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഒരു അസറ്റ് വിൽക്കുകയാണ് നമ്മൾ. വിൽക്കുമ്പോൾ ആ അസറ്റിനെ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ്. അപ്പോൾ വിൽക്കുമ്പോഴത് കുറയുന്നു. അപ്പോൾ കുറയുമ്പോൾ അതിനെ പല രീതിയിൽ ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ കുറയുന്ന ഡിപ്രീസിയേഷൻ കൊണ്ടും കുറയാം. അപ്പോൾ അസറ്റിന് എന്താ വരേണ്ടത്? അസറ്റിന് ക്രെഡിറ്റാണ് വരേണ്ടത്. കുറയുമ്പോൾ അസറ്റിന് ക്രെഡിറ്റാണ് വരേണ്ടത്. രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്തെ ഐറ്റം ലയബിലിറ്റിയാണ്, ബാധ്യതകൾ. ഈ ബാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണ് അതിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്,
ഏതൊരു സമയത്താണ് ഇതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കുന്നത്. അതായത് ലയബിലിറ്റി ഡിക്രീസ് ഇൻ ലയബിലിറ്റിയാണ്. ഡിക്രീസ് ഇൻ ലയബിലിറ്റി അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ആ ഐറ്റത്തെ, ആ ലയബിലിറ്റിയെ നമ്മളെന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണ് വേണ്ടത്. അതിനെ ക്രെഡിറ്റ് ചെയ്യണം. കൂടുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. മൂന്നാമത്തെ ഐറ്റം. നാലാമത്തെ ഐറ്റം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ചെയ്യേണ്ടത് ആ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ സാലറി കൊടുത്തു, വേജസ് കൊടുത്തു. സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ സാലറിയെ ഡെബിറ്റ് ചെയ്യണം. വേജസ് കൊടുത്തു, വേജസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നോർമൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മൾ പറയുന്നുണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറയുന്ന പോലെ അതിന് വേറൊരു തരത്തിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ പറയുകയാണത്. എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്തത് ഇൻകമാണ്. ഇൻകമാണെങ്കിൽ ഡിക്രീസ് ഇൻ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ഇൻ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഒരു ഇൻകം ഉണ്ടാകുമ്പോൾ, ഇൻകത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് പറഞ്ഞതനുസരിച്ച് നമുക്കിവിടെ ഇൻകം കൂടുകയാണെങ്കിൽ നമുക്ക് ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യാനാണ് ഉണ്ടാവുക. നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നു, കമ്മീഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഫക്ട്സ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് 5 ഐറ്റമായിട്ട് നമുക്ക് തിരിക്കാം. എല്ലാ അക്കൗണ്ടുകളെയും വേണമെങ്കിൽ 5 അക്കൗണ്ടുകളായിട്ട് തിരിക്കാം. ഒന്ന് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് അനുസരിച്ചാൽ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തെ സംബന്ധിച്ച് ഡിക്രീസ് ഇൻ ഇൻകം ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ എഫക്ട്സ് ഓഫ് നമ്മുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ അടുത്തത് ഞാൻ ഇതിന് കൂടാതെ ഇതിൻ്റെയൊക്കെ കൃത്യമായ ആപ്ലിക്കേഷൻസ് നമ്മുടെ ജേർണലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എങ്കിൽ നമുക്ക് ഇന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഓൾറെഡി നമ്മൾ ഈ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആ ഫങ്ഷൻസ് നടത്തുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ കണ്ടതാണ് റെക്കോർഡിങ്. ഏറ്റവും ആദ്യത്തെ ഫങ്ഷൻ റെക്കോർഡിംഗ് ആണ്. നമ്മൾ റെക്കോർഡിംഗ് 2 തലങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യമേ നമ്മൾ ഡേ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഡേ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യുക. ഡേ ബുക്ക് എന്ന് പറയുമ്പോൾ ജേണൽ എന്നാണ് പറയുക. ജേണൽ, ദ ടേം ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ജോർ. ജോർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജേണൽ എന്ന് പറഞ്ഞ പദം വന്നത്. ഈ ജോറിൻ്റെ മീനിങ് ഡേ എന്നാണ്, എ ഡേ. അങ്ങനെയാണ് ജേണൽ ഡേ ബുക്കായിട്ട് മാറിയത്. അപ്പോൾ ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ആദ്യം. നമ്മൾ പ്രിലിമിനറി വർക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? ജേണൽ. ആ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്നത് എന്താണ്? ജേണലൈസിങ്. എന്താ പറയുക? ജേണലൈസിങ്. അപ്പം ആ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന, എൻട്രി ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ജേണലൈസിങ്. അപ്പോൾ ആ ജേണലൈസിംഗ് ആണ് നമ്മൾ ആ റെക്കോർഡിങ്ങിൽ ആദ്യം വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. 2 നമ്മൾ ക്ലാസിഫൈയിങ്. ക്ലാസിഫൈയിങ്ങിൽ ഈ റെക്കോർഡിങ്ങിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ്. അതേപോലെ തന്നെ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ റെക്കോർഡിങ്ങും ഉണ്ട്. റെക്കോർഡിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റെപ്പാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ
ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ അവിടെ നമ്മുടെ റിക്കാർഡിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ ലെഡ്ജർ പോസ്റ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളടുത്ത് ജേർണലൈസ് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ക്ലാസിഫൈങ്. പിന്നെ അടുത്തത് സമ്മറൈസിങ്. ഇതിൻ്റെയൊക്കെ സമ്മറൈസിങ് ഭാഗം നമ്മൾ ഇപ്പോൾ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ രീതിയിൽ നമ്മൾ ആ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സമ്മറൈസിങ് വർക്കാണ് ചെയ്യുക. ട്രയൽ ബാലൻസ് ഉൾപ്പെടെ നമുക്ക് ഒരു സമ്മറൈസിങ് വർക്കാണ് അവിടെ ചെയ്യുക. ഈ സമ്മറൈസിങ് വർക്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത നെക്സ്റ്റ് നമ്മൾ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. അപ്പോൾ റിക്കാർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ്. ആ ഇൻ്റർപ്രറ്റിംഗ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും. റേഷ്യോ അനാലിസിസ് വഴി, ബാലൻസ് ഷീറ്റിൻ്റെ ആ മൊത്തത്തിലുള്ള ആ റിപ്പോർട്ട് സമർപ്പിക്കലൂടെയൊക്കെ തന്നെ നമ്മൾ അതിന് ഇൻ്റർപ്രറ്റിങ്ങിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തും. ബാലൻസ് ഷീറ്റ് അനാലിസിസ് നടത്തുക, റേഷ്യോയിലൂടെ നമ്മൾ അനാലിസിസിലൂടെ നമുക്കത് കൃത്യമായി മാനേജ്മെൻറ്റിന് കൊടുക്കുക, മാനേജ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിധങ്ങളായിട്ടുള്ള അതിന് നമ്മൾ പലയും വീണ്ടും അടുത്ത ക്ലാസ്സുകളിലൊക്കെ അതിന് കൃത്യമായി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ റിക്കാർഡിങ്, പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണിത്. റിക്കാർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻസാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്. ഇനി നമ്മളടുത്ത ക്ലാസ്സിൽ റിക്കാർഡിങ്, എങ്ങനെയാണ് നമ്മൾ റിക്കാർഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമുക്ക് ജേർണലൈസ് ചെയ്യാൻ പോകുന്നത്, ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജേർണലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൃത്യമായി അക്കൗണ്ടൻസി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അക്കൗണ്ടൻസി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഉൾപ്പെടെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പതുക്കെ ഓരോ ക്ലാസ്സുകളായിട്ട് എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.